വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബില്ലിൽ ആശങ്കയോടെ കേരളം. കേന്ദ്രാധിപത്യത്തിന് വഴിയൊരുക്കുന്ന വ്യവസ്ഥകൾ ഉന്നത വിദ്യാഭ്യാസ രംഗം കേന്ദ്രീകൃത സ്വഭാവത്തിലാക്കുന്ന വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബില്ലിനെതിരെ കേരളം ആശങ്ക പ്രകടിപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ചുള്ള ഈ ബിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന് പൂർണ്ണ അധികാരം ഉറപ്പാക്കുന്നതായാണ് വ്യവസ്ഥകൾ സൂചിപ്പിക്കുന്നത്. UGC ഗ്രാന്റ് ഉൾപ്പെടെ ഇല്ലാതാക്കിയതോടെ എല്ലാ ഫണ്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വഴിയാകും ലഭിക്കുക. കേന്ദ്ര നയങ്ങൾ നിർബന്ധമായി നടപ്പാക്കണമെന്നും തർക്കമുണ്ടായാൽ കേന്ദ്ര തീരുമാനം അന്തിമമായിരിക്കുമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. നിലവിൽ സർവകലാശാലകൾക്കാണ് ബിരുദദാനത്തിനുള്ള അധികാരം. എന്നാൽ പുതിയ നിയമപ്രകാരം സർവകലാശാലകളെ കൂടാതെ അധികാരപ്പെടുത്തിയ ഏതൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ബിരുദദാനത്തിന് സ്വാതന്ത്ര്യമുണ്ടാകും. ഇതോടെ കോളേജുകളിൽ സർക്കാരിന്റെയും സർവകലാശാലകളുടെയും നിയന്ത്രണം ഇല്ലാതാകും. അഫിലിയേഷൻ ഇല്ലാതാകും. അക്രഡിറ്റേഷൻ നേടി കോളേജുകൾ സ്വയം ഭരണത്തിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. പുതിയ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത ചെറുകിട സ്വാശ്രയ കോളേജുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നു. കോളേജുകൾ സ്വയംഭരണം നേടിയാൽ സർവകലാശാലകളിലെ അഫിലിയേഷൻ രീതിയും ഇല്ലാതാകും. അക്രഡിറ്റേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ബിരുദദാനത്തിനുള്ള അധികാരവും ഓൺലൈൻ വിദൂര കോഴ്സുകൾക്കുള്ള അനുമതിയും നഷ്ടമാകും. നിയമലംഘനത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത പിഴയാണ് ശിക്ഷ. രണ്ടാമതും ലംഘിച്ചാൽ 33 ലക്ഷം രൂപയും തുടർച്ചയായ ലംഘനത്തിന് 75 ലക്ഷം രൂപയും പിഴയായി ഈടാക്കും. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ബിൽ. സിലബസിലടക്കം കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാനുള്ള അവസരമുണ്ട്. കമ്മീഷന്റെ നിർദ്ദേശം അനുസരിക്കാത്ത സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ വരെ ബില്ലിൽ അധികാരം നൽകുന്നു. ബില്ലിനെതിരെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രതിഷേധമുയർത്താൻ മുൻകൈയെടുക്കും. വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.